Again, welcome back to Tech Talk Malayalam. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹം സഫലമായിരിക്കുകയാണ്. നമ്മളൊരു മൈക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കാൾ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് നമ്മുടെ പഴയ മൈക്കിലാണ്. അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനുണ്ട്. മൈക്കിലേക്കുള്ള യാത്രയും ആ മൈക്ക് വാങ്ങിക്കാൻ പറ്റിയതും പിന്നെ മൈക്കിൻ്റെ പേര് എല്ലാവർക്കും അറിയാമല്ലോ, ബോയ. ഞാൻ ഒത്തിരി സർപ്രൈസ് ഒന്നുമില്ല, നമ്മൾ തംബ്നെയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു നിങ്ങൾ കുറച്ച് പേരൊക്കെ എടുത്ത് കമൻറ്റ് ചെയ്തായിരുന്നു നമ്മുടെ ഓഡിയോ ക്വാളിറ്റി അത്ര പോരാന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര്. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുമാത്രമല്ല നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഓഡിയോയിലൂടെ തരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറേ നാൾ ആഗ്രഹിക്കുവാണ് വാങ്ങിക്കണം. പക്ഷേ അതിപ്പോഴാണ് നടന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ പഴയ മൈക്ക് തന്നെയാണ്. അതായത് ഞാൻ 250 റേഞ്ച് എടുത്ത് വാങ്ങിച്ചാണ്. ഇപ്പോൾ ഏകദേശം 6 മാസം പഴക്കമുള്ളതാണ്. നമ്മുടെ യൂട്യൂബ് തുടങ്ങിയപ്പോഴുള്ള കമ്പാനിയനാണ് ഈ മൈക്ക്. അപ്പം എനിക്കത്ര പെട്ടെന്ന് മറക്കാൻ പറ്റത്തില്ല ഈ മൈക്കിനെ. നമ്മുടെ ഓഡിയോയ്ക്ക് നല്ല ക്വാളിറ്റി തന്നെന്ന് ഞാൻ പറയത്തില്ല, കാരണം എനിക്ക് ഒത്തിരി കുറേ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഞാൻ അതിപ്പം പറയാം. അത് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ്, ഞാൻ ആദ്യമൊക്കെ ഫോണിലാണല്ലോ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഫോണിൽ ചെയ്യുമ്പം ഈ മൈക്ക് കുത്തിയാണ്. ഞാൻ വിചാരിച്ചു ഭയങ്കര ഓഡിയോ കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ ആദ്യം ഹെഡ്സെറ്റിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ആദ്യമേ. അപ്പം പറയാം, ശരിക്കും കഥ പറയാം. ആദ്യം ഞാൻ ഈ ഒരു ഇതിൽ ഉപയോഗിക്കുമ്പം ജസ്റ്റ് ഓഡിയോ ഒക്കെ എടുക്കും, പക്ഷേ ഭയങ്കര ലോ ക്വാളിറ്റിയാണ്. ഞാൻ ഫോണിൽ എടുക്കുന്നത്, പക്ഷേ ഇത് കുത്തിയൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഞാൻ അപ്പോൾ ഇതങ്ങ് മാറ്റാമെന്ന് വെച്ചു, കാരണം ഇത് ലോ ബഡ്ജറ്റ് മൈക്കല്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അപ്പം ഞാൻ ജസ്റ്റ് ഇത് മാറ്റി ഞാൻ സാംസങ്ങിൻ്റെ ഹെഡ്സെറ്റ് ഉണ്ട് എൻ്റെ, അതായത് നല്ല ഒറിജിനൽ സാംസങ്ങിൻ്റെ ഹെഡ്സെറ്റ്. ഏകദേശം 500 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ ഇത് ഞാൻ പിന്നെ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിച്ചോട് നല്ല ക്വാളിറ്റി കിട്ടി. ഇത് ഫോണെ കുത്തി, അപ്പോൾ അതിനേക്കാൾ ഇച്ചിരി ക്വാളിറ്റി കിട്ടി. അപ്പോൾ ഞാൻ ഇത് കുറേ നാൾ ഒരു 1.5 മാസമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. സ്റ്റോക്ക് ക്യാമറയിൽ മൈക്ക് സപ്പോർട്ടാകത്തില്ല, എക്സ്റ്റേണൽ മൈക്ക് സപ്പോർട്ടാകത്തില്ല. ഇങ്ങനൊരു സംഭവം എനിക്ക് ഈ അടുത്തിടയ്ക്ക് ഒരു മാസം മുമ്പൊക്കെയാണ് മനസ്സിലായത്. അതായത് ഒരു യൂട്യൂബിൽ തന്നെ ഒരു റിവ്യൂ കണ്ടു, അതിന് എനിക്ക് യൂട്യൂബ് വേണ്ടി വന്നു. ഭയങ്കര ഡിസാസ്റ്റർ ആയിരുന്നു ഫ്രണ്ട്സ്. കാരണം അപ്പം തന്നെ ഞാൻ വിചാരിച്ചത് എന്താണ് എനിക്ക് അറിയാത്തത്, പലർക്കും അറിയത്തില്ലായിരിക്കും. അപ്പം മൈക്ക് ഫോണിൻ്റെ സ്റ്റോക്ക് ക്യാമറയിൽ മൈക്ക് സപ്പോർട്ട് ആകത്തില്ല. അപ്പം ഞാൻ ഇതിന് വേണ്ടി ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു. അപ്പം വ്ളോഗ് ചെയ്യുമ്പോഴായാലും ഞാൻ ഇതൊക്കെ വെളിയിലെടുത്ത് പോകുമ്പോൾ എനിക്ക് ക്വാളിറ്റി തീരെ ഇല്ല. അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി ഈ ഒരു സംഭവം. അപ്പം ഞാൻ പിന്നെ ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ക്യാമറ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു. അത് വെച്ച് ഇപ്പം വ്ളോഗ് ചെയ്യാൻ തുടങ്ങി, ഈ മൈക്ക് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഒരുമാതിരി നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. എനിക്ക് എന്തായാലും കുറേ വീഡിയോസ് അങ്ങനെ ലോ ക്വാളിറ്റി ഓഡിയോ ആകാൻ കാര്യം ഇതാണ്. എന്തായാലും അതെനിക്ക് മറക്കാൻ പറ്റത്തില്ല. നമുക്ക് പറഞ്ഞു തരാൻ കുറച്ച് പേര് ആൾക്കാരില്ലാത്തതുകൊണ്ട് തന്നെ ഒത്തിരി ഡൗട്ട്സ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ഡൗട്ട്സ് ഉണ്ടായിരിക്കും, ഇങ്ങനെ പറ്റിക്കാണും. അത് അബദ്ധം വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതൊക്കെ ആ വിഷയം വിടാം. പിന്നെ ഞാൻ കുറേ നാൾ ഇത് ഉപയോഗിച്ചെന്ന് പറഞ്ഞു. പിന്നെ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് ആ ഒരു പെർഫെക്റ്റ് ക്വാളിറ്റി കുറേ നാളായിട്ട് കിട്ടുന്നില്ലായിരുന്നു. കാരണം നമ്മുടെ സൗണ്ട് ഇച്ചിരി ഒരു അടഞ്ഞ രീതിയിലാണ് സൗണ്ട് കേൾക്കുന്നത്. നമ്മുടെ ആ ക്ലിയർ സൗണ്ട് കിട്ടുന്നില്ല. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി, എനിക്ക് ബോയ M1 എന്ന് പറയുന്ന മൈക്ക് ഞാൻ ഒത്തിരി ഗാഡ്ജറ്റ് വൺ മലയാളം, AF വേൾഡ് അപ്ലൂ, അങ്ങനെ ടെക്നിക്കൽ കുറിച്ച് അങ്ങനെ ഫേമസ് യൂട്യൂബേഴ്സൊക്കെ ഉപയോഗിച്ചാൽ പറഞ്ഞാൽ തന്നെ എനിക്ക് യൂസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒത്തിരി കഥ ഞാൻ പറഞ്ഞില്ല, കാരണം പറഞ്ഞ് ഒത്തിരി കളയുന്നില്ല. മറ്റേ മൈക്കിലേക്ക് മാറാം. ജസ്റ്റ് ഈ മൈക്കാണിത്. അപ്പം നമുക്ക് ജസ്റ്റ് ഞാൻ ആദ്യം അൺബോക്സ് ചെയ്യാം അല്ലേ. അൺബോക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അടുത്ത മറ്റേ മൈക്കിലേക്ക് പോകാം. അപ്പം ജസ്റ്റ് നമുക്ക് അൺബോക്സ് ഒന്ന് ചെയ്യാം. ഞാൻ കാണിക്കുകയാണ്. ഇതാണ് സാധനം. നമ്മുടെ എല്ലാവരും കണ്ടാണല്ലോ ബോയ M1. നമുക്കിതൊന്ന് ജസ്റ്റ് അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഓപ്പൺ ആക്കുമ്പോൾ ഉള്ളത് ജസ്റ്റ് തേണ്ട ഈ ഒരു ബട്ടണാണ്. ഞാനിത് ഓപ്പൺ ആക്കുക. നമുക്ക് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഫസ്റ്റ് കിട്ടുന്ന ഒരു പിന്നാണ് ഇത്. നമ്മുടെ ഈ ജാക്കും നമ്മുടെ ക്യാമറ DSLR-ലൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ജാക്കാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇത് ഒരെണ്ണം. പിന്നെ വരുന്നത് ഒരു ബാറ്ററി, അതായത് DSLR കണക്ട് ചെയ്യണമെങ്കിൽ ഒരു ബാറ്ററി വേണം. അതാണ് രണ്ടാമത് വരുന്നത്. പിന്നെ ജസ്റ്റ് വരുന്നത് നമ്മുടെ ഒരു പൗച്ചാണ്. ഈ പൗച്ചിലാണ് നമ്മുടെ മൈക്ക് വരുന്നത്. ജസ്റ്റ് അത് നമുക്ക് നോക്കാം ആദ്യം. അതിന് മുമ്പേ പിന്നെ വരുന്ന അതിൻ്റെ അകത്തെന്ന് വെച്ചാൽ കുറച്ച് കാർഡ്സ് ഒക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ യൂസർ മാനുവൽ കുറച്ച് വരുന്നുണ്ട്. പിന്നെ വരുന്നത് വാറണ്ടി കാർഡാണ്. വാറണ്ടി കാർഡ്, ജസ്റ്റ് ഒരു വാറണ്ടി കാർഡ് വരുന്നുണ്ട്. പിന്നെ എല്ലാവരും ഡൗട്ട്സ് ചെയ്യുന്നതായിരിക്കും, ഒരു ചെറിയ പാക്കറ്റ് പോലെ സാധനമൊക്കെ. ഇത് സിലിക്ക ജെല്ലാണ്. ഇത് എന്തിനാണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഉറുക്കാൻ എന്നൊക്കെ പറഞ്ഞ സാധനമില്ല, ഇങ്ങനെ സാധനം കുത്തി തിന്നുന്നത്, അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കെമിക്കലാണിത്. അതിന് വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ മെയിൻ സാധനം തുറക്കാം. നമ്മുടെ സാധനം ഇതാണ്. ജസ്റ്റ് ഇങ്ങനെ നല്ല ബോയ M1 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ല പാക്കറ്റിലാണ് വരുന്നത്. ഇതാണ് നമ്മുടെ സാധനം. നമ്മുടെ മൈക്ക് ഇതാണ്, ബോയ M1. ഇതിനകത്ത് ഒത്തിരി കാണിക്കാനായിട്ടൊന്നുമില്ല. നല്ല ലെങ്ത് ഉണ്ട്. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് നല്ല 3 മീറ്ററോളം ലെങ്ത് ഒക്കെ വരുന്നുണ്ട്. അടിപൊളി ലെങ്താണ്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ഇതിൻ്റെ അകത്ത് ഒരു സ്വിച്ച് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ക്യാമറ സ്വിച്ച് ആക്കാം, സ്മാർട്ട് ഫോൺ സ്വിച്ച് ആക്കാം. അപ്പോൾ ക്യാമറ വേണമെങ്കിൽ ഇങ്ങോട്ട് നിൽക്കണം. പിന്നെ അത് ബാറ്ററി ഇടാൻ പറ്റിയ ഒരു സാധനമാണ്, ഞാൻ കാണിച്ചു തരാം. ഇത് തുറന്നു കഴിയുമ്പം ഇതിൻ്റെ അകത്ത് ബാറ്ററി ഇടാനായിട്ടൊരു പോർഷനുണ്ട് ഈ സൈഡിൽ. അപ്പോൾ അതിനകത്ത് ബാറ്ററി ഇടാം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മണ്ടക്കത്തെ സ്പോഞ്ച് നോയ്സ് റിഡക്റ്റ് ചെയ്യാനുള്ള വേണ്ടിയുള്ളതാണ്. അത് ഞാൻ പിന്നെ ആഡ് ചെയ്തതാണ്. ആദ്യം കിട്ടാൻ നേരത്തെ നോയ്സിൻ്റെ ഇത് കിട്ടത്തില്ല. അപ്പം ഇത്രേ ഉള്ളൂ സാധനം. അപ്പോൾ നമുക്കിനി അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്കിനി ഈ സാധനത്തിൻ്റെ ക്വാളിറ്റി, ഇപ്പോൾ ഇതെൻ്റെ നോർമൽ മൈക്ക് നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ നോർമൽ മൈക്കിൻ്റെ ക്വാളിറ്റിയാണ് ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത്.
ഞാൻ അടുത്ത് വെച്ച് സംസാരിക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ബോയ M1ലേക്ക് സ്വിച്ച് ചെയ്യാം. അപ്പോൾ എന്താ അതിൻ്റെ ക്വാളിറ്റി ഡിഫറൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ സ്വിച്ച് ചെയ്തിരിക്കുകയാണ്, നമ്മൾ ബോയ M1ലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ക്വാളിറ്റി ഡിഫറൻസ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം പഴയ നമ്മുടെ മൈക്ക് ഇതിൻ്റെ ഇരിപ്പുണ്ട്. പഴയ മൈക്ക് ഞാൻ എടുക്കാം, ഇവിടെ എല്ലാം ചുറ്റിപ്പടഞ്ഞ് കിടക്കുകയാണ്. ഇതാണ് നമ്മുടെ പഴയ മൈക്ക്. ഞാൻ ഇതിനെ ഉപേക്ഷിക്കത്തില്ല, നമ്മുടെ മുത്താണിത്, അപ്പോൾ ഉപേക്ഷിക്കത്തില്ല. നമുക്ക് ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യണം, എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് സിമ്മുകളിൽ പാട്ടൊക്കെ പാടുന്നുണ്ട്, അതിന് യൂസ് ചെയ്യാം. പിന്നെ വേറെ പല അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും കൊടുക്കുക, ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഇതിൽ നിന്നുള്ള ക്വാളിറ്റി വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. വേണം ഞാൻ ഇതാണ് അടുത്ത് പിടിച്ച് സംസാരിക്കാം. നമ്മൾ നേരത്തെ ഇത് അത്ര അടുത്ത് പിടിച്ച് സംസാരിച്ചില്ലേ, അപ്പോൾ തന്നെ ഇപ്പം ഞാൻ അടുത്ത് പിടിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്വാളിറ്റി ഡിഫറൻസ് തോന്നുന്നുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ ഒരു പ്രൈസ് റേഞ്ച് തന്നെ ഇച്ചിരി കൂടുതലല്ല, അപ്പം നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, എങ്ങനെയുണ്ട് ക്വാളിറ്റി, എങ്ങനെയുണ്ട്. അപ്പം ഇതിനകത്ത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നമ്മുടെ നല്ല ലെങ്ത് ഉണ്ട്, ഞാൻ പറഞ്ഞു തരണം. അപ്പം ജസ്റ്റ് ഇതേന്ന് കണ്ടല്ലോ, ഈ ഒരു ചെറിയ സംഭവം ഇതിൻ്റെ അകത്ത് നല്ല 2 മോഡുണ്ട്, ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇനി തൊട്ട് നമ്മുടെ വീഡിയോസ് എല്ലാം വരുന്നത് ഈ ഒരു ബോയ M1ലായിരിക്കും. അപ്പം നിങ്ങൾക്ക് വേണ്ടി എനിക്കൊരു നല്ല അപ്ഗ്രേഡാണ്, നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ ചാനലിന് വേണ്ടി നല്ലൊരു അപ്ഗ്രേഡാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു കൺസിഡറേഷൻ വെച്ച് ഒരു 50,000 രൂപയുടെ ക്യാമറ വാങ്ങിക്കുന്ന അതേ ഒരു പ്രയോറിറ്റിയാണ് ഒരു മൈക്ക്, ഒരു നല്ല ക്വാളിറ്റിയുള്ള മൈക്ക് നമ്മുടെ ചാനലിന് വേണ്ടി വാങ്ങിക്കുമ്പോൾ. അപ്പം എനിക്ക് തീർത്താത്ത ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾ ഇനി എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കും. നിങ്ങളുടെ ഈ സപ്പോർട്ട് ഇനി ഉണ്ടാകണം. നമ്മൾ ചെറിയ രീതിയിൽ കഥയൊക്കെ പറഞ്ഞു, അപ്പം അത് നിങ്ങൾക്ക് ബോറടിച്ചില്ലെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ വീഡിയോ തുടങ്ങിയപ്പോൾ ശ്രദ്ധിച്ചാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്തോ ഒരു മാറ്റമുണ്ടെന്ന് നിങ്ങൾ എല്ലാവരും ചിന്തിച്ചാണ്. അത് ഞാൻ പറഞ്ഞേക്കാം. നമ്മൾ മൈക്കൊക്കെ മാറ്റിയല്ല, അപ്പം കുറേ നാളായില്ലേ നമ്മുടെ സ്ഥിരം ബാക്ക്ഗ്രൗണ്ട്, അത് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വെച്ചു. കാരണം നിങ്ങൾക്ക് കുറേ ആകുമ്പോൾ ഒരു ചേഞ്ച് വേണ്ട, ആരാ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്, അതുകൊണ്ടൊരു മാറ്റം വരുത്തിയാണ്. ഇതും എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും ഒരു കുറേ നാൾ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ചേഞ്ച് ചെയ്യും. കാരണം പഴയത് വിട്ടിട്ടില്ല, നമ്മൾ പഴയ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ സ്വന്തം ബാക്ക്ഗ്രൗണ്ടാണ് പഴയത്, അപ്പോൾ അത് വിട്ടിട്ടില്ല. അത് നമ്മൾ ഇനി ഇടും. റിവ്യൂസൊക്കെ കഴിഞ്ഞു ബോയ M1. ഇച്ചിരി ലെങ്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ക്ഷമിക്കുക. കാരണം നമ്മൾ ഒരു കഥയൊക്കെ പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞിരുന്ന് പോയതാണ്, സോറി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ആ ബെല്ലൈക്കൺ അടിച്ചേക്കാം, എന്നാലേ ഞാൻ അപ്പോൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. See you.